ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കേരള സർക്കാരിന്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. കേരള സർക്കാരിന്റെ കീഴിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായിട്ടാണ് വിഫൈൻ ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക. വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 9/4/2025 ആണ്. അതായത് ഏപ്രിൽ മാസം 9-ാം തീയതിക്ക് മുന്നേ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന, അതായത് കേരള PSC തുളസി മുഖേനയാണ് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പ്രത്യേകം നോട്ട് ചെയ്യുക. കാറ്റഗറി നമ്പർ 1/2025 to 3/2025 ആണ് ഇവിടെ കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ആണ്. നെയിം ഓഫ് ദി പോസ്റ്റ് KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി ആണ് ഇവിടെ നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഇവിടെ സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത് 77,200 മുതൽ 1,40,500 രൂപ വരെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്കെയിൽ ഓഫ് പേ, അതായത് സാലറി ആയിട്ട് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് വേക്കൻസി 31 വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. സോ ഇവിടെ സ്ട്രീം 1-ൽ 11 വേക്കൻസിയും സ്ട്രീം 2-ൽ 10 വേക്കൻസിയും സ്ട്രീം 3-ൽ 10 വേക്കൻസിയും കൂടി ടോട്ടൽ 31 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രീം വൈസ് ആണ് അപ്പോയിന്റ്മെന്റ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സ്ട്രീം 1 കാറ്റഗറി നമ്പർ 01/2025 ആണ് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇവിടെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് വന്നിട്ടുള്ളത് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സോ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സ്ട്രീം 1-ലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമുക്ക് ഏജ് ലിമിറ്റ് ആണ് നോക്കേണ്ടത്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ട്രീം 1-ൽ ഏജ് ലിമിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 21 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയാണ്. സോ ഉദ്യോഗാർത്ഥികൾ 1993-നും ഈ പറഞ്ഞ 2004-ലും ഇടയിൽ ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഏജ് റിലാക്സേഷനും വന്നിട്ടുണ്ട്. SC ST കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ OBC കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ്, അതായത് PWBD കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പറയുന്ന 15 വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ ഓർത്തോപീഡിക്കലി ഡിഫറൻറ്റ്ലി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വന്നിട്ടുള്ള ഈ ഒരു ഓഫീസർ ട്രെയിനിങ് പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. അതായത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് ഉദ്യോഗാർത്ഥികളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ജോലിയിൽ, അത് കേരള സർക്കാരിന്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കീം ആൻഡ് ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ ആണ്. സോ ഇവിടെ സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ 2 പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാമും ഈ പറയുന്ന മെയിൻ എക്സാമിനേഷനും കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുക. സോ നമുക്ക് ഡീറ്റെയിൽഡ് സ്കീം ആൻഡ് ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ വിശദമായി നോക്കാം. സോ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഓഫ് പേപ്പർ വന്നിട്ടുള്ളത് പേപ്പർ 1 ഈ പറയുന്ന സബ്ജക്ട് ജനറൽ സ്റ്റഡീസ് ആണ്. കൂടാതെ മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ വന്നിട്ടുള്ളത് ഒബ്ജക്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. മാർക്ക് 100 മാർക്കിന്റെ എക്സാം ആണ് വന്നിട്ടുള്ളത്. ഡ്യൂറേഷൻ 1.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പേപ്പർ 1 എക്സാമിന്. സോ ഇവിടെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടാതെ തമിഴ്, കന്നഡ എന്നീ ലാംഗ്വേജുകളാണ് ക്വസ്റ്റ്യൻസിന്റെ മീഡിയം ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വന്നിട്ടുള്ളത് 2025 ജൂൺ 14-നാണ്. സോ ഇവിടെ 2025 ജൂൺ 14 FN എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മോർണിംഗ് സെക്ഷനിലായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം വരുന്നത്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കൂടാതെ പ്രിലിമിനറിയിൽ സെക്കൻഡ് പേപ്പർ ആയിട്ട് വന്നിട്ടുള്ളത് പാർട്ട് 1 ജനറൽ സ്റ്റഡീസ് ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആണ് വന്നിട്ടുള്ളത്. 50 മാർക്സിന്റെ എക്സാം ആണ് വന്നിട്ടുള്ളത്. 1.5 മണിക്കൂറുള്ള എക്സാം ആണ് വന്നിട്ടുള്ളത്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് മലയാളത്തിലും തമിഴിലും കന്നഡയിലും ഈ ഒരു എക്സാം അറ്റൻഡ്
അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ പാർട്ട് 2-ൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ മലയാളം, തമിഴ്, കന്നഡയാണ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആയിട്ട് പാർട്ട് 2-ൽ വന്നിട്ടുള്ളത്. സെയിം ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ് വന്നിട്ടുള്ളത്. 30 മാർക്കിന്റെ എക്സാം ആണ്. 1.5 മണിക്കൂറിന്റെ എക്സാം ആണ് ഈ ഒരു പേപ്പർ 2-ൽ വന്നിട്ടുള്ളത്. സോ ഇവിടെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് ജൂൺ 14 ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ ആണ്. അത് ഉച്ച കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ 2-ന്റെ എക്സാം വന്നിട്ടുള്ളത്. കൂടാതെ പാർട്ട് 3-ൽ, അതായത് പേപ്പർ 2-ൽ പാർട്ട് 3-ൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയിൽ ഒരു എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് വന്നിട്ടുള്ളത്. 20 മാർക്കിന്റെ എക്സാം ആണ് വരുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്താണ് മെയിൻ എക്സാമിനേഷൻ. സോ ഇവിടെ മെയിൻ എക്സാമിനേഷന് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 അങ്ങനെ ടോട്ടൽ 3 പേപ്പറാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ പേപ്പർ 1-ൽ ജനറൽ സ്റ്റഡീസ് ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് വന്നിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യൻസ് കം ആൻസർ ബുക്ക്ലെറ്റ് മോഡൽ, അത് ബുക്ക്ലെറ്റിനൊക്കെ ബേസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് വരിക. സോ 100 മാർക്സിന്റെ എക്സാം വരുന്നത് 2 മണിക്കൂറാണ് എക്സാമിന്റെ ടൈം ആയിട്ട് വരുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നതാണ്. സോ നിങ്ങൾക്ക് ആൻസർ ഈ പറയുന്ന മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഈ പറയുന്ന തമിഴ്, കന്നഡയിലോ എഴുതാവുന്നതാണ്. സോ എക്സാം ഡേറ്റ് ആയിട്ട് വരുന്നത് 2025 ഒക്ടോബർ 17-ാം തീയതിയാണ്. സോ ഇവിടെ FN ആണ് വന്നിട്ടുള്ളത്. സോ വിദ്യാർത്ഥികൾക്ക് മോർണിംഗ് സെക്ഷനിലാണ് എക്സാം വരിക. അടുത്തത് പേപ്പർ 2 ആണ്. സോ മെയിൻ എക്സാമിനേഷന്റെ പേപ്പർ 2-ൽ ജനറൽ സ്റ്റഡീസ് 2 ആണ് വന്നിട്ടുള്ളത്. 100 മാർക്സിന്റെ എക്സാം ആണ് വരുന്നത്. 2 മണിക്കൂറായിരിക്കും. ഒക്ടോബർ 2025 17-ാം തീയതി ആയിരിക്കും എക്സാം വരുന്നത്. ആഫ്റ്റർനൂൺ ആയിരിക്കും എക്സാം വരുന്നത്. പേപ്പർ 3 ജനറൽ സ്റ്റഡീസ് 3 ആണ്. സോ ഇവിടെ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മണിക്കൂറാണ് എക്സാം വരുന്നത്. എക്സാം ഡേറ്റ് വരുന്നത് 18-ാം തീയതിയാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. എക്സാമിന്റെ ഡേറ്റ് വരുന്നത് 18 ഒക്ടോബറിലാണ്. മോർണിംഗ് സെക്ഷനിലായിരിക്കും എക്സാം വരിക. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഒരു ഇന്റർവ്യൂ കൂടി ഫൈനലായിട്ടുണ്ടായിരിക്കുന്നതാണ്. 45 മാർക്കിന്റെ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ വരുന്നത് നെക്സ്റ്റ് ഇയർ, അതായത് അടുത്ത വർഷം ജാനുവരി ഫെബ്രുവരിയോട് കൂടിയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ വരിക. സോ ഈ പറയുന്ന എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസ് തന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഈ ഒരു കമന്റ് ബോക്സിൽ റിപ്ലൈ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും. സോ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമന്റും ലൈക്കും തന്ന് നമ്മൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഹലോ ഫ്രണ്ട്സ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വന്നിട്ടുള്ള ഓഫീസർ ട്രെയിനി പോസ്റ്റിലേക്ക് കേരള PSCയുടെ തുളസി വെബ്സൈറ്റ് വഴി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിനായി വിദ്യാർത്ഥികൾ ഈ പറയുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ തുളസി വെബ്സൈറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രൊഫൈൽ പേജിൽ നിന്ന് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ എന്നുള്ള ഈ ഒരു ലിങ്ക് കാണാവുന്നതാണ്. സോ ഇവിടെ 3 പോസ്റ്റാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. സോ ഞാനിവിടെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിങ് സ്ട്രീം 1 എന്നുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 001/2025 ആണ്. സോ ഞാൻ ഇവിടെ ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ നൗ എന്നുള്ള ഈ ഒരു ബട്ടൺ കാണാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണെന്നാണ് പറയുന്നത്. സോ ഞാൻ ഈ അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ്, അതായത് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വായിക്കാനായിട്ട് ഈ ഒരു ഡോക്യുമെന്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ VFine ജോബ്സിന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.